സാധാരണ ഒരു മക്കൾ ജനിക്കുമ്പോൾ എല്ലാ പാരൻസും മക്കൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. മക്കളുണ്ടായി കഴിഞ്ഞാൽ പിന്നെ മക്കൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. പക്ഷേ ഞങ്ങളെ പോലെയുള്ള പാരൻസ് ഇവരുണ്ടായി കഴിഞ്ഞാൽ പിന്നെ മക്കൾക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. കാരണം അവിടെ നമ്മുടെ ഇഷ്ടങ്ങളൊന്നും പിന്നെ നടക്കുന്നില്ല. എല്ലാം നമ്മൾ മാറ്റി വയ്ക്കുക ഇവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പം കുറച്ച് മുന്നേ ഇവിടുന്ന് ഒരു റിസർച്ച് പോലെ നടത്തിയിട്ട് ചോദിച്ചിരുന്നു ഞങ്ങളുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ് ഹോബീസ് എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചിരുന്നു. പക്ഷേ എനിക്കൊന്നും അതിന് മറുപടി പറയാൻ കിട്ടുന്നില്ല. എനിക്ക് ആലോചിച്ചിട്ട് പോലും കിട്ടുന്നില്ല. കാരണം എൻ്റെ മോന് 6 വയസ്സായി. ഈ ഒരു 6 വർഷം മൊത്തമായിട്ട് ഞാൻ ഇവൻ്റെ ബാക്കിൽ തന്നെയാണ് നടക്കുന്നത്. മലപ്പുറം സ്വദേശികളായ ഷെറിനും ഭർത്താവും കോഴിക്കോട് കൊയിലാണ്ടിയിൽ നെസ്റ്റ് സെന്ററിന് സമീപത്ത് വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുകയാണ്. കുഞ്ഞിന്റെ തെറാപ്പികൾക്ക് വേണ്ടി മാത്രമാണ് ഈ പറിച്ചുനട. പ്രയാസം അനുഭവിക്കുന്ന കുട്ടിയെ നോക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള ചുമതല സമ്പൂർണ്ണമായും അമ്മമാരിൽ വന്ന് ചേരുകയാണ് പൊതുവെ കാണുന്നത്. ഈ അമ്മമാരെല്ലാം അവരുടെ സ്വപ്നങ്ങളും ഭാവിയിലെ പല പ്രതീക്ഷകളും മാറ്റി നിർത്തി കുഞ്ഞുങ്ങളെ നോക്കുക എന്ന ഒരേ ഒരു ലക്ഷ്യത്തിലേക്ക് ഒതുങ്ങേണ്ടി വരുന്നു. നെസ്റ്റ് മുൻകൈയെടുത്ത് നടത്തിയ പഠന റിപ്പോർട്ട് ഇക്കാര്യത്തിലെ വസ്തുതകളിലേക്ക് വെളിച്ചം വീശുന്നുണ്ട്. പഠനവുമായി സഹകരിച്ച 200 പേരിൽ 4 ആളുകൾ PhD യോഗ്യതയുള്ളവർ, 30 പേർ PG പഠനം പൂർത്തിയാക്കിയതാണ്. പക്ഷേ ഇവർക്കാർക്കും തുടർ പഠനമോ തൊഴിലോ സാധ്യമല്ല. ഒരു 1.5 വയസ്സൊക്കെ ആയ സമയത്ത് നമ്മൾ പീഡിയാട്രീഷ്യനെ കാണിച്ചു. അപ്പം അപ്പോഴാണ് അവന് ഈ മൈൽഡ് ഓട്ടിസത്തിന് റിസ്ക് ഉണ്ടെന്നുള്ള കാര്യം പറയുന്നത്. അപ്പം അതിനുശേഷം ഇപ്പം ഒരു 4 വർഷത്തിലധികമായിട്ട് ഇപ്പോൾ തെറാപ്പി തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ഈ 200 രക്ഷിതാക്കളിൽ 72% പേരും ഡിപ്രഷനെ നേരിടുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ, സമൂഹത്തിന്റെ കുറ്റപ്പെടുത്തലുകൾ, ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിലെ പ്രയാസം. എൻ്റെ കാലശേഷം ഈ കുഞ്ഞുങ്ങൾക്ക് ആര് എന്ന ചോദ്യം ഓരോ ആളിലും കലശലാണ്. അതുകൊണ്ട് അവരെ ഒന്ന് നടത്തിക്കാൻ, സംസാരിപ്പിക്കാൻ, സ്വയമേ പല്ല് തേക്കാൻ പഠിപ്പിക്കാനും കക്കൂസിൽ പോകാൻ പഠിപ്പിക്കാനുമായി വർഷങ്ങളോളം ക്ഷമയോടെ കാത്തിരിക്കുന്ന രക്ഷിതാക്കൾ. ഇവരുടെ പ്രയാസങ്ങളും ലോകം കേൾക്കണ്ടേ? ഭിന്നശേഷി കുട്ടികളുടെ അച്ഛനമ്മമാർക്ക് അവരുടെ സ്വപ്നങ്ങളിലേക്ക് കൂടി സഞ്ചരിക്കാനുള്ള അവസരമൊരുക്കാൻ നമ്മളെല്ലാവരും, ഈ സമൂഹം കൈകോർക്കേണ്ടതുണ്ട്. അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. കോഴിക്കോട്ട് നിന്ന് അരുൺ കിഷോറിനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.